ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിരിക്കും. തലച്ചോറിന്റെ വിവിധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഓർക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കാതെ വരുന്നതുമൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന അവസ്ഥയെയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പ്രായമായവരെയാണ് പൊതുവെ ഡിമെൻഷ്യ ബാധിക്കുന്നത്. ഓർമ്മക്കുറവ് അഥവാ ഓർമ്മ നഷ്ടപ്പെടുക, ചിന്തയിലെ ബുദ്ധിമുട്ടുകൾ, പരസ്പരം ബന്ധമില്ലാതെ കാര്യങ്ങൾ പറയുക, സ്ഥലകാല ബോധം ഇല്ലാതെ പെരുമാറുക, ഒന്നും ശ്രദ്ധിക്കാനാവാത്ത അവസ്ഥ, ആശയവിനിമയ പ്രശ്നങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയുന്നത്, പരിചിതമായ പരിസരങ്ങൾ മറന്നുപോകുക, അടുത്ത കുടുംബാംഗങ്ങളുടെ പേരുകൾ മറക്കുക, പഴയ ഓർമ്മകൾ മായുക, സ്വതന്ത്രമായി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, വയലന്റായി പെരുമാറൽ, ഉറക്കം കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഡിമെൻഷ്യ ബാധിതരിൽ കാണപ്പെടാം. പലതരത്തിലുള്ള ഡിമെൻഷ്യകളുണ്ട്. വാസ്കുലർ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, മിക്സഡ് ഡിമെൻഷ്യ തുടങ്ങിയവ അതിൽപ്പെടുന്നു. ഓരോ രോഗമനുസരിച്ച് ലക്ഷണങ്ങളിൽ മാറ്റം വരാം. രോഗതീവ്രതയ്ക്കു കാരണമാകുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിനു പുറമെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഡിമെൻഷ്യയുടെ അപകട സാധ്യതയെ കുറയ്ക്കാം. കൂടുതൽ സാമൂഹിക ഇടപെടലുകൾ, ആശയവിനിമയം കൂട്ടുക, ആരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമം തുടങ്ങിയവയൊക്കെ രോഗസാധ്യതയെ കുറയ്ക്കാൻ സഹായിക്കും. ഇത്തരം രോഗികളുടെ ഓർമ്മയിൽ ഗ്യാപ്പ് ഉണ്ടാകാം. ഇതിനാൽ തന്നെ പുറത്തുനിന്നും നോക്കുന്നയാൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നയാൾക്ക് അയാൾ കള്ളം പറയുന്നുവെന്ന് തോന്നാം. ഇതെല്ലാം ഏറെ തുടക്കമാണ്. മിനി മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷനിലൂടെ ഇത് കണ്ടെത്താം. ഇതിൽ തന്നെ മറവി രോഗമെന്നു കരുതി ഇതൊന്നും അവഗണിക്കരുത്. അൽഷിമേഴ്സ് ആണ് 60% ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്നത്. ഡിമെൻഷ്യ ഉണ്ടാകുന്നത് തലച്ചോറിലെ കോശങ്ങൾ നശിക്കുമ്പോഴാണ്. ഇതിന് തുടക്കത്തിൽ തന്നെ പല ലക്ഷണങ്ങളും ശരീരം കാണിക്കും. ഇത് തിരിച്ചറിഞ്ഞാൽ ഈ രോഗം കീഴടക്കാതെ ഇരിക്കാൻ സഹായിക്കും. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക.